എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സോയ ചങ്ക്സ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോയ ചങ്ക്സ് ആദ്യം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വയ്ക്കുക. അതിനുശേഷം ഇതൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ ഏകദേശം ഒരു 4 തവണയെങ്കിലും നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള 1/4 കപ്പ് സോയ ചങ്ക്സ് ആണിത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അംശം കുറച്ചുകൂടി ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടി പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് സോയൊക്കെ ഇട്ട് കൊടുക്കാം. ഏകദേശം 2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുതിർത്തിയെടുക്കണം. ആദ്യം ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റ് മാത്രം ഒന്ന് കുതിർത്തിയെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ സോക്കായിട്ട് കിട്ടും. അതിനുശേഷം ഒരു അരിപ്പയിലാക്കി വെച്ചിട്ട് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. പിന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 മീഡിയം സൈസിലുള്ള സബോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ്. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ എരിവിനനുസരിച്ചിട്ട് 1-2 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിപ്പോകുന്നവരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 3 മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഏകദേശം 2 മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് സോയ ചങ്ക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സോയ ചങ്ക്സിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടേണ്ട ആവശ്യമുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സമയത്ത് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്നത് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കാഷ്യൂസ് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ വളരെ കുറച്ച് സബോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചെറിയ സബോളയുടെ ഒരു 1/4 ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. ഇനി 1-2 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, 5 ഗ്രാമ്പൂ, 2 കഷ്ണം കറുവപ്പട്ട, 1 കഷ്ണം ജാതിപത്രി, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, 1 ഏലക്ക ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം സബോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സബോളയുടെ നിറക്കൊന്ന് മാറി വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം. കൂടെ ഒരു പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിപ്പോകുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കട്ടി തൈര് ഉണ്ടെങ്കിൽ അത് എടുക്കുകയായിരിക്കും നല്ലത്. തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റോളം അരി ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കറക്റ്റ് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ ഏത് കപ്പിലാണോ അരി അളന്നതെങ്കിൽ അതേ കപ്പിൽ തന്നെയാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ കറക്റ്റ് 3 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ മൂടി വെച്ചിട്ട് ഒരു വിസിലാക്കിയെടുക്കാം. ഇതിലെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷമാണ് തുറന്ന് നോക്കിയിട്ടുള്ളത്.
അരിയൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇളക്കണ്ട, ഒന്ന് ചൂടാറിയതിന് ശേഷം ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ മസാല തയ്യാറാക്കിയിട്ടുള്ള പാത്രത്തിൽ നിന്ന് പകുതി മസാല നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു പാനിൽ തന്നെയാണ് ഞാൻ ഈ ബിരിയാണി ദം ചെയ്യാനായിട്ട് പോകുന്നത്. പകുതി റൈസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ബാക്കി പകുതി മസാല മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയിലയും പുതിനയിലൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള റൈസ് ചേർക്കാം. പിന്നെ ഇതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂസും സബോളയൊക്കെ ചേർക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി എടുത്തിട്ടുണ്ട്. ഇത് റൈസിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇടയിലൊക്കെ ആക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇത് ദം ചെയ്യാം. നല്ല ടേസ്റ്റും അതുപോലെ നല്ല ഫ്ലേവറായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്